സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മുടെ സീസൺ 6-ൽ എല്ലാവരെയും തേച്ചൊട്ടിക്കാൻ നടന്ന ജാസ്മിൻ തന്നെ ഇപ്പോൾ തേച്ചൊട്ടി എന്താ പറയുന്നത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കായി ഇരിക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകാമെന്ന രീതിയിൽ പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ മൊത്തത്തിൽ കുരുപൊട്ടിയിരിക്കുന്ന അവസ്ഥയെന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ ജാസ്മിൻ എങ്ങനെയായിരുന്നു, എന്താണ് അതിൽ കാണിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പം ഓരോ കണ്ടസ്റ്റൻസും ഇപ്പോൾ അത് മുഖത്ത് നോക്കി പറയാൻ തുടങ്ങി. അപ്പോൾ ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ കണ്ടസ്റ്റൻസും മുന്നിൽ വന്ന് പറയുക, ഇത്രയും നിങ്ങൾ നിൽക്കുന്ന 10 കണ്ടസ്റ്റൻസിൽ ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചാൽ മാത്രമേ ടോപ്പ് 5ലേക്ക് എത്തൂ. ആർക്കാണ് ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ആവശ്യമുള്ളത്, അത് വിജയിച്ചാൽ മാത്രമേ ഇതിലേക്ക് എത്താൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ പേരുകളും അതിൻ്റെ റീസണും ഒന്ന് പറയാൻ വേണ്ടി എല്ലാവരോടുമായി പറഞ്ഞൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എന്താ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ വന്നിട്ട് അഭിഷേകിനെ ഇതിനകത്തേക്ക് വലിച്ചിടുന്നു. അഭിഷേകിനെ ഇതിനകത്ത് വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. അഭിഷേക് എങ്ങനെ അവിടെ ഗെയിം കളിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അഭിഷേകിനോടുള്ള വെറുപ്പ് വെച്ചിട്ട് ജാസ്മിൻ വന്ന് ഇത് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അത് പറഞ്ഞ കുഴപ്പമില്ല, അത് പേഴ്സണൽ കാര്യം തന്നെയാണല്ലോ. അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ റീസണും ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ആ മാറ്റർ അവിടെ കഴിഞ്ഞു. എന്നാൽ ജാസ്മിൻ അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ വന്ന് അങ്ങോട്ട് ഓരോ കണ്ടസ്റ്റൻസും അങ്ങ് തുടങ്ങിയില്ലേ. സിജു ആണെന്നുണ്ടെങ്കിലും അഭിഷേക് ആണെന്നുണ്ടെങ്കിലും ഈവൻ ജിൻഡോ, സായി, നമ്മുടെ നന്ദന, ഫൈനലി നമ്മുടെ നോറയും വന്നിട്ട് ജാസ്മിനെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. ജാസ്മിനാണ് ഇത് ആവശ്യം, ജാസ്മിനാണ് ഇതുവരെ ഇവിടെ ഇങ്ങനെ മോശമായി നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ജാസ്മിൻ്റെ അവസ്ഥ വളരെ ദുരന്തം പിടിച്ച ഒരു അവസ്ഥയാണ്. ജാസ്മിൻ മുന്നോട്ട് പോകുമോ എന്ന് പോലും സംശയമുണ്ട്. ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയാൽ മാത്രമേ ടോപ്പ് 5 എത്തൂ എന്നുള്ള രീതിയിൽ ജാസ്മിനെ അങ്ങോട്ട് അടിച്ചമർത്തി കളഞ്ഞു. ജാസ്മിന് പിന്നെ കുരു പൊട്ടുകയോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി ജാസ്മിൻ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസം സിജോ മൊത്തത്തിൽ അടിച്ച് ജാസ്മിനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ പലരോടും പോയി ഇതിനെ ന്യായീകരണങ്ങൾ നടത്തി ഏതെങ്കിലും രീതിയിൽ വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ടാസ്കിലും വീണ്ടും എന്താ പറയുന്നത് തേങ്ങ വീണവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥ പോലെ തന്നെ വീണ്ടും അടിക്ക് മേലെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജാസ്മിൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. ബാക്കി ആരോട് സംസാരിച്ചാലും അവർ ഒന്നെങ്കിൽ ഒഴിവാക്കി വിടും, അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും തിരിച്ചു കിട്ടും. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ നോറയെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോറയെ അങ്ങ് ഏറ്റുപിടിച്ചു. നോറ നീ പറഞ്ഞത് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് പറഞ്ഞതാണ്, സിജോ പറഞ്ഞത് കേട്ടിട്ട് നീ പറയുന്നതാണ്, അല്ല നിനക്ക് ഒരു നിലപാടില്ല, നിൻ്റെതായ അഭിപ്രായങ്ങളില്ല എന്നും പറഞ്ഞ് നോറയ്ക്ക് നേരെ ചാടിക്കയറി. അത് കഴിഞ്ഞിട്ട് നോറയോട് നിൻ്റെ പല കള്ളങ്ങളും ഞാനിപ്പോൾ പൊളിക്കും, നീ വരുന്നോ, നമുക്ക് 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാം, ഞാൻ വളരെ ശാന്തമായിട്ടിരുന്ന് സംസാരിക്കാം, നിൻ്റെ പല കള്ളങ്ങളും ഞാൻ പൊളിച്ചെടുക്കും. ഇതൊക്കെ പറയേണ്ടത് എന്ത് കാര്യമാണ്? നോറയ്ക്കും ജാസ്മിനും പല പേഴ്സണൽ കാര്യങ്ങളും കാണും, പല പേഴ്സണൽ കാര്യങ്ങളും അറിയാമായിരിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ അടിച്ചോ തല്ലിയോ തീർത്തോണം. അത് ബിഗ് ബോസിൽ പറയേണ്ട കാര്യങ്ങളല്ല. ജാസ്മിൻ ഇവിടെ പിന്നെ പിടിച്ച് നിൽക്കണ്ടേ, അതിന് നോറയെ കണ്ടോളൂ. നോറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നും കൺവേ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും ഇല്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷക വെറുപ്പ് നേടാമെന്നല്ലാതെ ഒന്നുമില്ല. നോറ അവിടെ മിണ്ടാതിരുന്നു ഒഴിവായി വിടുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എന്നാൽ ജാസ്മിൻ ഇത് എങ്ങനെയെങ്കിലും തകർന്നു പോയ തൻ്റെ ഒരു നിലപാടല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ ഒരു പൊസിഷൻ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി മാക്സിമം കുരുപൊട്ടി നോക്കുന്നുണ്ട്. നോറേനെ എങ്ങനെയെങ്കിലും പ്രൊവോക്ക് ചെയ്ത് അവിടെ ഒരു അടി നടത്താൻ വേണ്ടി, എന്നാലല്ലേ അവിടെ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നോറ ഒന്നിനും നിന്നു കൊടുത്തില്ല. നോറ നൈസായിട്ട് പോയി. പക്ഷേ ജാസ്മിൻ ഓരോരുത്തരെ മാറി ഇരുന്ന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ എന്നടാവേ ഇവളിങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്, എന്തോന്നടേ ഇത്ര കള്ളത്തരങ്ങൾ പറയുന്ന ഒരുത്തി ഇവിടെ ഇല്ല, മറ്റേതാണ്, ഇവിടെ ഞാൻ പൊളിച്ചടുക്കി കൊടുക്കും, ഇവിടെ കള്ളത്തരങ്ങൾ മുതൽ തുടങ്ങിയ ദിവസം മുതലുള്ള ഞാൻ പൊളിച്ചടുക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വലിയ വായിൽ ഡയലോഗ് അടിച്ച് അവിടെ ഇരിക്കുന്നതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതായത് അവിടെ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഓരോരുത്തരായി കിട്ടിയ അവസരങ്ങളിലെല്ലാം അടിച്ചങ്ങോട്ട് അമർത്തുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇവൾക്കൊരു ഗ്യാങ് ഇല്ലയെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഗ്യാങ്ങിൽ പിടിച്ച് തൂങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നിർത്തുന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം കിട്ടുമ്പോൾ അടിച്ചിടുന്നുമുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കൂടി നൈസായിട്ട് പിടിച്ച് നിൽക്കുകയാണ്. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ കൊണ്ട് കൂടെ നിർത്തിയിരിക്കുന്നു. ഇവരുടെ കൂടി അവരുടെ ആ ഒരു സംഭവം കൂടെ അവർക്ക് കൂടി നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ കൂടുതൽ മെച്ചങ്ങളൊന്നുമില്ല. ബാക്കിയുള്ളവരാരും വിശ്വസിച്ച് കൂടെ നിർത്തുന്നുണ്ട് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ആർക്കും ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിന് വിശ്വാസമില്ല. എന്തായാലും എല്ലാവരുടെയും പൊട്ടിക്കാൻ നടന്ന് ഇപ്പം സ്വന്തമായി പൊട്ടി ഒരു നിവൃത്തിയില്ലാതെ അട്ടപ്പെട്ടലം 3G ആയിട്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിൽക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.